ജിഞ്ചവൈറ്റിസ് അഥവാ മോണരോഗം ഒരു നോൺ ഡിസ്ട്രക്റ്റബിൾ മോണരോഗമാണ്. അത് മെയിനായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ജിഞ്ചവൈറ്റിസ് ആൻഡ് പീരിയോഡോണ്ടൈറ്റിസ്. ജിഞ്ചവൈറ്റിസ് പഴുപ്പ് മോണകളിൽ മാത്രം ബാധിക്കുന്ന ഒരു ജിഞ്ചവൈറ്റിസ് എന്നും താഴോട്ട് ഇറങ്ങി എല്ലിന് തേയ്മാനം ഉണ്ടാക്കുമ്പോൾ അത് പീരിയോഡോണ്ടൈറ്റിസുമായിട്ട് മാറുന്നു. ഇത് മെയിനായിട്ടും പല്ലിലെ കെടുകൾക്കിടയിൽ പ്ലാക്ക് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇംപ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്സ് ആണ് ഇതിന് മെയിനായിട്ടുള്ള കാരണം. ആരംഭത്തിൽ മൂന്ന് കൂടുതൽ ചുവപ്പ് നിറത്തിൽ കാണുന്നതും ബ്രഷിംഗ് സമയത്തുള്ള സിവിയർ ബ്ലീഡിങ്ങുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സൂചനകൾ. തുടക്കത്തിൽ തന്നെ ഇത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പീരിയോഡോണ്ടൈറ്റിസ് പോലുള്ള സിവിയർ കണ്ടീഷനിലും നമുക്ക് മോചനം ലഭിക്കും. ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ജിഞ്ചവൈറ്റിസ് പോലുള്ള കണ്ടീഷനിൽ സ്കെയിലിംഗ് പോലുള്ള സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പീരിയോഡോണ്ടൈറ്റിസ് ഫ്ലാപ്പ് സർജറി, ലേസർ ടെക്നിക്സ് ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 6 മാസം കൂടുമ്പോഴുള്ള ഡെന്റൽ റൂട്ടീൻ ചെക്കപ്പ് നിർബന്ധമായും